ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോം നമഃ. ഒരു 3 വീക്കായിട്ട് നമ്മുടെ വീക്ക്ലി സത്സംഗിന് ഒരു അവധി കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ കേട്ട ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഒന്ന് ചിന്തിക്കാമെന്ന് കരുതി. ശ്രീരാമകൃഷ്ണ മൊണാസ്ട്രിയിലുള്ള സ്വാമി മേധാനന്ദയുടെ ടോപ്പിക്കാണ് സെൽഫ് ഡിസെപ്ഷൻ ഇൻ സ്പിരിച്വൽ ലൈഫ്. സെൽഫ് ഡിസെപ്ഷൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ സ്വയം പറ്റിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണോ അല്ലാത്തത് ആ ഒരു കാര്യം നമ്മൾ ആണ് എന്ന് കരുതി നമ്മൾ സ്വയം തന്നെ വിശ്വസിപ്പിക്കുക. അപ്പോൾ അത് ഒരു വ്യക്തിയുടെ, ഒരു സ്പിരിച്വൽ ആസ്പിറൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സാധകൻ്റെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്താം എന്നുള്ളതാണ് ആ ടോപ്പിക്ക്. അതൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണെന്ന് തോന്നി. അപ്പോൾ ആ ടോപ്പിക്കിൽ ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് സ്വാമി വിവേകാനന്ദയുടെ ഒരു കോട്ട് ആണ് അദ്ദേഹം ആദ്യം പറയുന്നത്. അതായത്, ഇൻ ട്രൈങ് ടു പ്രാക്ടീസ് റിലീജിയസ് austerities, 80% of the people become cheats, 15% goes crazy, and 5% only become direct spiritual realized people. അതായത് ഒരു സ്പിരിച്വൽ ആസ്പിറൻറ്റ് അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തി അതിൽ ഒരു 80% ചീറ്റ്സ് ആവുകയാണ് എന്ന് പറയുമ്പോൾ അവർ വഞ്ചിക്കപ്പെടുന്നു എന്നോ അല്ലെങ്കിൽ അവർ വഞ്ചകരാകുന്നു എന്നല്ല നമ്മൾ അർത്ഥമാക്കേണ്ടത്. പലപ്പോഴും ഒരു സ്പിരിച്വൽ പാത്തിലോട്ട് ഒരാൾ പോകുമ്പോൾ അയാൾ ഏത് ആഗ്രഹത്തിലാണ് ആ ഒരു പാത്തിലോട്ട് പോകുന്നത് എന്നുള്ളത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും അയാൾ സ്വയം ചീറ്റ് ചെയ്യുന്നതായിരിക്കാം. അതായത് യഥാർത്ഥത്തിലുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ ആധ്യാത്മിക ത്വരയോടുകൂടി പോകുന്നതായിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ ചീറ്റ് ചെയ്യപ്പെടാം എന്നുള്ളതും ഒരു കാര്യമാണ്. അതായത് യഥാർത്ഥ ഗുരുവിനെയോ അല്ലെങ്കിൽ യഥാർത്ഥ ഡയറക്ഷനിൽ കൂടി പോകാതെയോ 80%, ഒരു 80% അങ്ങനെ ചീറ്റഡ് ആയി പോകും എന്നാണ്. അപ്പോൾ പല വിധത്തിൽ ആ ചീറ്റ് സംഭവിക്കാം. പിന്നെ 15% ക്രേസി ആകും എന്ന് പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ 2 പാതയിലും നിൽക്കാതെ ഒരു 15% മെൻ്റൽ ഡിസോർഡേഴ്സിന് അടിമപ്പെടും എന്നുള്ളത് തന്നെയാണ് അതിലുള്ള വാസ്തവം. 15% പേരും മാനസികമായിട്ടുള്ള വിഭ്രാന്തികൾക്ക് അടിമപ്പെട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം സാധ്യമാകാതെ പോകും. അവസാനമായിട്ട് 15% ഈ പാതയിലൂടെ കടന്നു പോകുന്ന 5% മാത്രമാണ് ഡയറക്റ്റ് റിയലൈസേഷൻ്റെ പാതയിലോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതിൽ ആ 5%-ത്തിൽ തന്നെ എത്ര പേരാണ് റിയലൈസ്ഡ് ആകുന്നത് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഈ പാതയിലോട്ട് കടക്കുന്നത് തന്നെ വളരെ ശ്രേഷ്ഠമാണ്. പാതയിലോട്ട് കടക്കുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹീതരാണ് എന്നുള്ളത് അവരവരുടെ ഈഗോ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു ട്രൂ സ്പിരിച്വൽ ആസ്പിറൻ്റ് ആണോ നമ്മൾ ഈ ഒരു 3 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നുള്ളതൊരു വിഷയമാണ്. കാരണം ഈ 80% ചീറ്റഡ് ആകുന്നു എന്ന് പറയുമ്പോൾ വൈ ഹാവ് വി ചൂസൺ ദിസ് പാത്ത്? നമ്മൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പാത്ത് നമ്മൾ ചൂസ് ചെയ്തത്? അപ്പോൾ ഏത് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചൂസ് ചെയ്താലും ഈ ഒരു പാത്തിലോട്ട് കടക്കുക എന്നുള്ളത് ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോക്കിനെ ഉദ്ധരിച്ച് ഉള്ള വസ്തുതകളാണ് പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് ഡിസെപ്ഷന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം ഒരു 5 പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ എൻഗേജിങ് ഇൻ ഗ്രീഡ്ലി ഓണസ്റ്റ് സെൽഫ് അസസ്മെൻറ്റ്സ്. അതായത് നമ്മൾ ആത്മവിചാരം ചെയ്യുക എന്നുള്ളതാണ്. ആത്മവിചാരം അതായത് വളരെ അത്യാഗ്രഹത്തോടു കൂടി തന്നെ സത്യസന്ധമായിട്ട് നമ്മൾ ആത്മവിചാരം ചെയ്യണം. എന്താണ് നമ്മൾ ഈ പാത്തിലോട്ട് പോകാൻ കാരണം? നമ്മളെ തന്നെ പറ്റിക്കുകയാണോ?
അല്ലെങ്കിൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ റിയലൈസ്ഡ് ആവണം എന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണോ നമ്മൾ ഈ പാത്തിലോട്ട് പോകുന്നത്? നമ്മളെ അറിയണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം, അടക്കാനാവാത്ത ആഗ്രഹം, ആ ഒരു ഈശ്വര ശക്തി, ഉള്ളിലുള്ള ആ ഒരു ഉം, ആത്മാവിനെ തിരിച്ചറിയുക എന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണോ നമ്മൾ ഇതിലോട്ട് പോയത്? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും ഉം, ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യാനാണോ? അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു നമ്മളിലൊരു തമോ ഗുണം നിലനിൽക്കുന്നത് കൊണ്ടാണോ? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ആക്റ്റീവായിട്ട് നമ്മൾക്ക് അവരവരുടെ കർമ്മങ്ങളിൽ വ്യാപൃതനാകാനോ അല്ലെങ്കിൽ അവരവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒരു എസ്കേപ്പ് ചെയ്യാനാണോ ഈ ഒരു പാത്തിലോട്ട് ചൂസ് ചെയ്തത്? അല്ലെങ്കിൽ വെളിയിലുള്ള ഔട്ടർ വേൾഡിലുള്ള ഇൻട്രാക്ഷൻസിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യാനാണോ? ചിലർ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒത്തിരി ഇൻട്രോവേർട്ട്സും എക്സ്ട്രോവേർട്ട്സും എല്ലാം സ്പിരിച്വൽ ആസ്പിറൻസിൻ്റെ ഇതിനകത്ത് പെടുന്നുണ്ട്. എന്നാലും എല്ലാത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനായിട്ടാണോ ഈ ഒരു പാത്ത് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഒരു സ്പിരിച്വാലിറ്റിയിലോട്ട് കടന്നു വരുന്ന ഒരാൾക്ക് ആദ്യം ഉണ്ടാകുന്നത് ആ ഒരു സ്പിരിച്വൽ ഈഗോയാണ്. അതായത് ഞാനും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ഞാൻ കുറച്ചുകൂടി ആത്മീയ ചിന്ത, ആത്മീയ വിചാരം ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ആ ഒരു ഭൗതിക ജീവിതം, ആത്മീയ ജീവിതം എന്നുള്ളൊരു വേർതിരിവ് ഓരോരുത്തരിലും കാണുന്നതും. ഉദാഹരണത്തിന് വളരെ നമുക്ക് സത്സംഗങ്ങളിൽ പോകുമ്പോൾ അവിടെ നമുക്ക് സജ്ജനങ്ങളുമായിട്ട് സംവേദിക്കാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾക്കുണ്ടാകുന്നു. അത് കാരണം നമ്മൾ, അതായത് ആ ഒരു വേർതിരിവ് അവിടെ മനസ്സിൽ ഉണ്ടാക്കുന്നു, മനസ്സ് ഒരു പ്ലേ ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ ഒരു സ്പിരിച്വൽ ഈഗോ നന്നായിട്ട് ഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇതിനകത്ത് തന്നെ നല്ല ഒരു സ്പിരിച്വൽ ഒരു ഈഗോ, നമുക്ക് ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ പേരിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻസ് അവിടെ ഉണ്ടാകും. പിന്നെ സെക്കൻഡായിട്ട് അദ്ദേഹം പറയുന്നത് ടെൻഡൻസി ടു മിസ്റ്റേക്ക് ഭോഗ ഫോർ യോഗ. അതും ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ചിത്തവൃത്തി നിരോധനം എന്നുള്ള ആ ഒരു യോഗയുടെ പാത്തിൽ നിന്ന് നമ്മൾ ആ യോഗയുടെ പാത്തിലോട്ട് കടന്നതിന് ശേഷം അതിനകത്ത് നിന്ന് ഭോഗിക്കുമ്പോൾ നമ്മൾ ഭോഗയുടെ ആ ഒരു എഫക്റ്റാണ് നമ്മളിൽ വരുന്നത്. ആ ഒരു ആത്മീയ വിചാരം, ആത്മീയ പാതയിൽ ഇറങ്ങി നിൽക്കുന്നെങ്കിലും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല ഈ ഒരു കാലഘട്ടത്തിൽ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ട് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ മൈൻഡ് റിലാക്സേഷന് അല്ലെങ്കിൽ ഒരു ഹാപ്പി കാം പീസ്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ള പല ഉദ്ദേശങ്ങളോടുകൂടിയും ആളുകൾ മെഡിറ്റേഷൻ്റെ പാതയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ഭോഗമാണ് അവിടെ അനുഭവിക്കുന്നത്. അതായത് വേൾഡ്ലി പ്ലഷേഴ്സ് അനുഭവിക്കാൻ, കുറച്ചുകൂടി വേൾഡ്ലി പ്ലഷേഴ്സ് ഹാപ്പി ആയിട്ട് അനുഭവിക്കത്തക്ക രീതിയിലുള്ള ഭോഗിക്കാനുള്ള അവസരങ്ങളാണ് പല സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും തന്നെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഈവൻ പല ഗുരുക്കന്മാരുടെയും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇഷ സെൻറ്ററിൽ പോകുമ്പോൾ അറിയാം, അവിടെ ഭോഗിക്കുന്നവർക്ക് ഭോഗിക്കാം. യോഗയുടെ രീതിയിൽ നമ്മൾ ആ ഒരു സ്പിരിച്വൽ ആസ്പിറൻ്റ് അദ്ദേഹത്തിന് ആ രീതിയിലുള്ളത് കിട്ടും. പക്ഷേ അങ്ങനെ ഒരു രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് രണ്ടു പേർക്കും ഒരുപോലെ തന്നെ നമ്മൾ സന്തോഷം പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ വളരുകയുള്ളൂ, അല്ലെങ്കിൽ അവിടെ ആ ഒരു ഫണ്ട് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് പല മൊണാസ്ട്രീസിലായാലും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്പിരിച്വൽ പ്രാക്ടീഷണേഴ്സും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡേൺ വേൾഡിൽ ഈ സ്പിരിച്വൽ ആസ്പിറൻ്റ് എന്ന നിലയിൽ നമ്മൾ പലരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും മനസ്സിലാവുന്ന കാര്യം, അവിടെയും അവർ ആഗ്രഹിക്കുന്നത് ഭോഗം തന്നെയാണ്. എത്ര നന്നായിട്ട് നമുക്ക് ഭോഗിക്കാം, നമുക്ക് അതായത് നമ്മൾക്കിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നു, നമ്മൾ ഒരു ട്രിപ്പിന് പോകുന്നു, അവിടെ നമ്മൾ എത്രമാത്രം നമ്മളുടെ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മെഡിറ്റേഷൻ യൂസ് ചെയ്യാം. ഇത്തരത്തിലുള്ള രീതിയിൽ ഉള്ള ഒരു സെൽഫ് ഡിസെപ്ഷൻ, അതായത് നമ്മളെ തന്നെ പറ്റിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ അറിയാതെ തന്നെ ഈഗോ അവിടെ പ്ലേ ചെയ്ത് നമ്മൾ
ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്നുള്ള ആ ഒരു കവറിങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ ഭോഗിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. മാത്രമല്ല ആ ഒരു ലോട്ടസ് പോസ്റ്ററും അതുപോലെ ആ ഒരു പത്മാസനത്തിലിരുന്ന് നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മൾ എത്ര സമയം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരോട് നമ്മൾ പറയുന്നുണ്ടാവും നമ്മൾ ഇത്രയും സമയം മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും സമയം നമ്മൾ ആസനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നെല്ലാം. പക്ഷേ അതിൽ നമ്മുടെ മൈൻഡ് എത്രമാത്രം മൈൻഡ് ഫ്രീ ആയിട്ട് നമ്മൾ എത്ര സമയം ഒരു 15 മിനിറ്റെങ്കിലും നമ്മളൊരു മൈൻഡ് ഫ്രീ ആയിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ വരുമ്പോഴാണ് ഈ ഒരു പ്ലഷേഴ്സും അതുപോലെ തന്നെ സോറോസും രണ്ടും നമുക്ക് ഹിൻഡ്രൻസ് ആയിട്ട് ഈ ഒരു സാധനയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കാരണം അത് രണ്ടും നമ്മൾ എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത്രയും അനുസരിച്ച് നമ്മുടെ സാധനയ്ക്ക് ക്ലിയർ മൈൻഡ്, ഫ്രീ മൈൻഡിന് നമ്മൾക്ക് തടസ്സമുണ്ടാകും. അപ്പോൾ സ്വാമി വിവേകാനന്ദയുടെ ഒരു കോട്ടിങ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു വ്യക്തി ഒരു മെഡിറ്റേഷൻ, ഒരു സമാധി അവസ്ഥ കഴിഞ്ഞിട്ട്, ധ്യാനാവസ്ഥയിൽ കൂടി സമാധി അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തിറങ്ങുന്നത് ഒരു യോഗിയായിട്ടായിരിക്കും. ഹി വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ യോഗി, അല്ലെങ്കിൽ ഒരു സേജ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സേജ് ആയിട്ടൊരു യോഗിയായിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മെഡിറ്റേഷൻ കഴിയുമ്പോഴും നമ്മൾ യോഗിയായിട്ടാണോ ഇറങ്ങുന്നത് അതോ ഭോഗിയായിട്ടാണോ ഇറങ്ങുന്നത് എന്നുള്ളത് നമ്മളുടെ നിരന്തരമുള്ള നമ്മുടെ നമ്മുടെ ചിത്തശുദ്ധി എത്രമാത്രം ക്ലിയർ ആകുന്നു എന്നുള്ളതനുസരിച്ച് ഇരിക്കും എന്നുള്ളതാണ് അവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് രണ്ട് പാത്തുണ്ട്. അതായത് പാത്ത് ഓഫ് പെർഫെക്ഷനുമുണ്ട്, പാത്ത് ഓഫ് എൻജോയ്മെൻറ്റും ഉണ്ട്. പാത്ത് ഓഫ് പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ വേ ഓഫ് എൻലൈറ്റ്മെൻറ്റ്, അതുപോലെ പാത്ത് ഓഫ് എൻജോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡൾജിങ് ഇൻ വേൾഡ്ലി അഫെയർസ്. അപ്പോൾ ഒരു ബുദ്ധിമാനായിട്ടുള്ളൊരു വ്യക്തി യഥാർത്ഥത്തിൽ അയാളെ തന്നെ സെൽഫ് എക്സാമിൻ ചെയ്ത് പുറമേയുള്ള വ്യക്തികളെ നോക്കാതെ തൻ്റെ ഉള്ളിൽ തന്നെ ഓരോ കാര്യവും, തൻ്റെ ഉള്ളിൽ തന്നെ എത്രമാത്രം നമ്മൾക്ക് ഓരോ അവസരങ്ങളിലും ഓരോ ഫീലിങ്സും നമ്മൾക്ക് എത്രമാത്രം നമ്മളെ അവയെല്ലാം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെല്ലാം എത്രമാത്രം വിട്ടുകളഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുവോ അതനുസരിച്ചായിരിക്കും അവരവരുടെ സാധനയുടെ പ്രോഗ്രസ്. അതുപോലെ തന്നെ ലവ് എന്നുള്ള വേർഡ്, ലവിനെ ഏറ്റവും അധികം നമ്മൾ ഇപ്പോൾ സിനിമകളിലായാലും മീഡിയയിലായാലും ലവ് എന്ന് പറയുമ്പോൾ അതൊരു ലെസ്റ്റാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പുറമേ കാണുന്ന എല്ലാം ആ ഒരു ലെസ്റ്റിനെയാണ് പലരും ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെസ്റ്റ് അതും നമ്മൾ ഒരു മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നൊരു വിഷയമാണ്. അതായത് വി ഹാവ് ടു ഐഡൻറ്റിഫൈ അവർ സെൽഫ് വെദർ വി ആർ ഇൻ ലെസ്റ്റ് ഓർ വി ആർ ഇൻ ലവ് എന്നുള്ളത്. അപ്പോൾ ലവ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും നമുക്ക് സ്വന്തമാക്കണം എന്നുള്ളൊരാഗ്രഹമില്ല. ലെസ്റ്റ് എന്ന് പറയുമ്പോൾ അതെല്ലാം സ്വന്തമാക്കി അതെല്ലാം ഭോഗ സുഖങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ നാശത്തിലോട്ട് നയിക്കുന്ന ഒരു വികാരമാണ്. അതേസമയം ലവ് എന്ന് പറയുമ്പോൾ ആ ഒരു യൂണിവേഴ്സൽ ലവ്, സീയിങ് അതേഴ്സ് ആൻഡ് അസ് ആസ് വൺ ആൻഡ് വൺ സെൽഫ്. അതായത് എല്ലാം ഒന്നായിട്ട് കാണുന്ന, എല്ലാത്തിലും ഒരു ചൈതന്യം തന്നെയാണ് എന്നുള്ള ആ ഒരു ബോധം. അതായത് ഡിസ്റ്റിങ്വിഷിങ് ലെസ്റ്റ് ഫോർ ലവ് എന്നുള്ളൊരു പോയിന്റും അവിടെ പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം സ്വാമി വിവേകാനന്ദയുടെ ഒരു കോട്ടും കൂടി പറയുന്നുണ്ട്. അതായത് ഗോ ബാക്ക് ടു ക്രൈസ്റ്റ് ഹു ഹാഡ് നോവെയർ ടു ലേ ഹിസ് ഹെഡ്സ് ഓൺ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു ലെസ്റ്റിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എവിടെയെങ്കിലും എന്തിലെങ്കിലും ഒന്ന് തല ചായ്ക്കണം എന്നുള്ള ഒരു ചിന്തയായിരിക്കും. അതെപ്പോഴും എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എൻറ്റൈറ്റിയിലോ അല്ലെങ്കിൽ ഒരു ബീയിങ്ങിലോ ആയിരിക്കും. അതേസമയം ഒരു സ്പിരിച്വൽ ആസ്പിറൻ്റ് ആണെങ്കിൽ അവിടെ സർവ്വതും സമർപ്പിക്കുന്നത് ഈശ്വരനോടാണ്. അപ്പോൾ അവിടെയും ഒരു പോയിൻ്റ്, ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നിത്യേന ഒരു സത്സംഗത്തിൽ ഏർപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു സാധകനാണ്, അല്ലെങ്കിൽ ഈ ഒരു പാതയിലോട്ട് പോകുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഭക്തി മാർഗത്തിൽ നമ്മൾ സാധാരണ കൂടുതലും എല്ലാം ഈശ്വരൻ്റെ കൃപയാണ്, ഈശ്വരൻ്റെ അനുഗ്രഹമാണ് എന്ന് നിത്യേന നമ്മൾ പറയുന്നുണ്ടാകാം. പക്ഷേ എത്രമാത്രം ഇത് നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന വാക്കുകളിൽ എത്രമാത്രം സത്യമുണ്ട്, നമ്മളത് അനുഭവിച്ചു കൊണ്ടാണോ പറയുന്നത്. ഞാൻ
എല്ലാം ഈശ്വരൻ നൽകിയതാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാം അങ്ങനെ കൊടുക്കാനുള്ള, അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും തന്നെ ഇല്ല, എല്ലാം ഈശ്വരൻ തന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എത്രമാത്രം വിട്ട് കളയാനുള്ള ഒരു മനസ്സുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്ക് എത്രമാത്രം വേദനയുണ്ട് എന്നുള്ളതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ബാഹ്യ ലോകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അത്രമാത്രം പറയില്ലായിരിക്കും. നമ്മൾ ചിലപ്പോൾ കൂടുതലായിട്ട് എല്ലാം നമ്മുടെ കയ്യിലല്ല, ഈശ്വരൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇത് നമ്മൾ മെക്കാനിക്കലായിട്ട് നമ്മൾ നിത്യേനെ പറഞ്ഞത് മെക്കാനിക്കലായിട്ട് നമ്മുടെ നാവിൽ നിന്ന് വരും. പക്ഷേ ആർ വി പൊസസിങ് ഓർ ആട്രിബ്യൂട്ടിങ് ദീസ് ക്വാളിറ്റീസ് എന്നുള്ളത് നമ്മൾ ആത്മവിചാരം ചെയ്യേണ്ടതാണ്. മനസ്സറിഞ്ഞ് അറിയാതെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണോ അത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ആ ഈഗോ, നമ്മൾ ഈ വാക്കുകൾക്കും അപ്പുറത്ത് ഈഗോ നമ്മളെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഇത്തരം സത്വചനങ്ങൾ സംസാരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, നമ്മളൊരു ആത്മീയ വിചാരത്തിൽ, ആത്മീയ പാതയിൽ കൂടി കടന്നു പോകുന്ന ആൾ കൂടുതലും അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, കൂടുതലും ഈ രാജസിക ഗുണവും അതുപോലെ തന്നെ സാത്വിക ഗുണവുമുള്ള വ്യക്തികളെ സംബന്ധിച്ച്, അതായത് രാജസിക ഗുണമുള്ളവർ കൂടുതലും ആത്മീയ വചനങ്ങൾ പറയുകയും സ്വയം തന്നെ ആ ഒരു ഗ്ലാമറസ് പൊസിഷനിൽ, അതായത് ഈ ഒരു പൊസിഷൻ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ കണ്ണുകൾ അടഞ്ഞ് മനോഹരമായൊരു പോസ്റ്ററാണ് അത്. ഇരുന്ന് നമ്മൾ പത്മാസനത്തിലിരുന്ന് ആ ലോട്ടസ് പോസ്റ്ററിൽ നിന്ന് കൈ രണ്ടും നമ്മുടെ മടിയിൽ കോർത്ത് വെച്ച് കണ്ണുകൾ അടച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും ഇപ്പോൾ അത് വേൾഡ് വൈഡ് വ്യാപകമാണ്. എല്ലാ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, എല്ലാ ആപ്സ് ഉണ്ട്, ഒത്തിരി മെഡിറ്റേഷൻ ആപ്സ് ഉണ്ട്, മൈൻഡ്ഫുൾനെസ്, അങ്ങനെ കുറേ ആപ്സ് ഉണ്ട്. അതിലെല്ലാം ആ ഒരു വളരെ ഇപ്പോൾ സെലിബ്രിറ്റീസും ഒത്തിരി പേര് ഇതൊരു പരസ്യമാക്കിയിട്ടാണോ അതോ യഥാർത്ഥത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നതാണോ എന്നുള്ളതും അറിയില്ല. അപ്പോൾ പല സ്പിരിച്വൽ ഓർഗനൈസേഷൻസും സെലിബ്രിറ്റീസ്, അതായത് ഫിലിം സ്റ്റാഴ്സിനെയൊക്കെ കൊണ്ട് ഈ ഒരു പോസ്റ്ററിൽ നിർത്തിയിട്ട് അവരെ കൊണ്ട് പറയിക്കുകയും അവരുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസ്റ്റർ പരസ്യത്തിനെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു രാജസികമായിട്ടുള്ള ഒരു ഭാവങ്ങളാണ്. അപ്പോൾ രാജസികമായിട്ടുള്ള വ്യക്തികൾ മെഡിറ്റേഷനിലോട്ട് കടന്നു കഴിയുമ്പോൾ ഇതായിരിക്കും കൂടുതലും നമ്മൾ സംസാരിക്കും, ഇതിനെക്കുറിച്ച് ധാരാളം പറയും. പക്ഷേ അത്രയും തന്നെ നമ്മൾ ഉള്ളിൽ മനസ്സിലാക്കിയിട്ട് ഉണ്ടാകുകയില്ല എന്നുള്ളത് അതൊരു ഫാക്ടറാണ്. അതേസമയം സാത്വികമായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർ അത് കൂടുതലും ആരും അറിയുകയില്ല. അതായത് അവർ എപ്പോഴും ഉറങ്ങുകയാണോ, വൈകിയാണോ എഴുന്നേൽക്കുന്നത്, ഉറങ്ങുകയാണോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവർ ഒന്നിനും താല്പര്യമില്ലാത്തവരെ പോലെയും ഒക്കെ മറ്റുള്ളവർക്ക് തോന്നാം. പക്ഷെ അവരുടെ പാത്ത് എന്ന് പറയുന്നത് വളരെ ഒരു സീക്രട്ട് ജേണി ആയിരിക്കും. അത് nobody will know that whether the person is spiritual or materialistic. At the same time, രാജസികമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ they will engage in practice just to impress other people. ആ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പബ്ലിക് ഫങ്ഷൻസിൽ നോക്കിക്കഴിഞ്ഞാലും ചിലരൊക്കെ കോട്ട് ചെയ്യുന്ന കാണാമല്ലോ. ചിലപ്പോൾ ആത്മീയ ആചാര്യന്മാരുടെ കോട്ട്സ് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്കൊരു അതിൻ്റെ ഒരു തത്വം യഥാർത്ഥത്തിൽ ഗ്രഹിച്ചുകൊണ്ടായിരിക്കുകയില്ല പറയുന്നത്. പക്ഷേ കുറച്ച് നോളജൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോളജ് ഡിസ്പ്ലേ ചെയ്ത് കുറച്ച് പേരെ അട്രാക്റ്റ് ചെയ്യുക, കുറച്ച് പേരെ ഇമ്പ്രസ് ചെയ്യുക, ഞാനൊരു സ്പിരിച്വൽ പേഴ്സൺ ആണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുക, ഇത്തരം കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതും ഒരു തടസ്സമാണ്. അതായത് ഒരു രണ്ടാമത്തെ ഒരു തടസ്സം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ടെൻഡൻസി ടു മിസ്റ്റേക്ക് ഭോഗ ഫോർ യോഗ. അവിടെയും നിവൃത്തിയുടെയും പ്രവൃത്തിയെക്കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹം. അതായത് നിവൃത്തി എന്ന് പറയുന്ന പാത്ത്, ഇറ്റ്സ് എ പാത്ത് എവേ ഫ്രം ഈഗോയിസം. അറ്റ് ദ സെയിം ടൈം പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഈ റിവോൾവ് ചെയ്ത് ഈ ഒരു ഈഗോയിസ്റ്റിക് വേൾഡിൽ തന്നെ ഈ റിവോൾവ് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. പിന്നെ തേർഡ് പോയിൻ്റായിട്ട് പറയുന്നത് സ്പിരിച്വൽ ബൈപ്പാസിങ് എന്നുള്ള പോയിൻ്റാണ്. സ്പിരിച്വൽ ബൈപ്പാസിങ് അതായത് ടെൻഡൻസി ടു യൂസ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഐഡിയാസ് ആൻഡ് പ്രാക്ടീസസ്
or avoid unresolved emotional issues, psychological room or unfinished development എന്നൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കേട്ട പോയിൻറ്റ്സ് അങ്ങനെ അങ്ങ് എഴുതിപ്പോയതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതിൽ സ്പിരിച്വൽ ബൈപ്പാസിങ്, അതായത് ചിലർ ഈ സ്പിരിച്വാലിറ്റിയിലോട്ട് പോകുന്നത് അവരുടെ ഇമോഷണൽ, ആദ്യം ബിഗിനിങ്ങിൽ പറഞ്ഞതുപോലെ അവരുടെ അൺറിസോൾവ് ആയിട്ടുള്ള ഇമോഷണലായിട്ട് ചെറുതിലേ തന്നെയുള്ള പല തരത്തിലുള്ള ഇമോഷണൽ പ്രോബ്ലംസ് കാണാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സ്പിരിച്വാലിറ്റിയിലോട്ട് കടന്നവരുണ്ടാകാം. യഥാർത്ഥത്തിൽ നമ്മൾ എത്രമാത്രം ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ആ സെൽഫ് റിയലൈസേഷൻ എന്നുള്ള ആ ഒറ്റ പോയിന്റിൽ നിന്നുകൊണ്ടാണോ ഇതിലോട്ട് വന്നത് എന്നുള്ളതാണ്. അതായത് ഭഗവത്ഗീതയിൽ തന്നെ അർജുനന് ഭഗവാൻ ഉപദേശിക്കുന്നത് തന്നെ ഈ ഒരു ഒറ്റ പോയിന്റിൽ നിർത്തിയിട്ടാണ്. അതായത് അർജുനന് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹമില്ല, അതായത് അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ അതിന് അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഡിസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് എൻ്റെ ബന്ധുജനങ്ങൾ, എൻ്റെ ഗുരുജനങ്ങൾ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഒരു എന്താണ്, സ്വയം പറ്റിക്കുന്നത് പോലുള്ള ആ ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാം ആ ഒരു അത്രമാത്രം സ്നേഹവും ഒന്നും ബന്ധുജനങ്ങളോടൊന്നും അത്രമാത്രം ഒന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ വയ്യ. യുദ്ധം ചെയ്യാനായിട്ടുള്ള ആ ഒരു തടസ്സം കൊണ്ടാണ് ഇത്തരം കാരണങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണല്ലോ ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു സ്പിരിച്വൽ ബൈപ്പാസിങ്ങും അതിൽ നിന്ന് വേദാന്തിയായി മാറുകയാണ് ചെയ്യുന്നത് അർജുനൻ. അതായത് അപ്പോൾ അത്രയും നാളും ഇല്ലാതിരുന്ന ഒരു തത്വവിചാരം അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായി. ആ തത്വവിചാരം യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വലി ആസ്പിറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വന്നതല്ല, അത് ഒരു ജസ്റ്റ് പാസിങ് ആണത്. ആ ഒരു കോട്ടിങ് ഇട്ട് ഒന്ന് രക്ഷപ്പെടാനായിട്ടുള്ളൊരു തന്ത്രമാണ്. പക്ഷെ ഇതെല്ലാം തന്നെ നമ്മുടെ ഗുരുജിയുടെ സന്ദേശത്തിൽ കൂടി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം ഇതിലോട്ടൊക്കെ തന്നെ വരുന്നത് തന്നെ ഒരു ജസ്റ്റ് ഒരു സ്റ്റെപ്പ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശാരദ അമ്മ പറയുന്നൊരു കോട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗോഡ്, വാട്ട് എവർ ബി ദ സൊല്യൂഷൻസ് ആൻഡ് വിത്ത് യുവർ സെൽഫ്, ഡോണ്ട് എസ്കേപ്പ്. അതായത് നമ്മൾ ഇങ്ങനെയുള്ളൊരു അവസരം വരുമ്പോഴും നമ്മൾക്ക് എല്ലാം നമ്മൾ ഉള്ളിലോട്ട് വെക്കാതെ, എന്തെങ്കിലും ഒരു സ്പിരിച്വൽ പ്രോബ്ലം നമുക്കുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് അവിടെ ഏത് ശക്തിയാണോ ആ ശക്തിയുടെ മുമ്പിൽ അവിടെ തുറന്ന് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്കിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, എനിക്കിത് അങ്ങ് തന്നെ സോൾവ് ചെയ്ത് തരണം എന്നുള്ളത്. അല്ലാതെ അവിടെ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ സാധന ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പോയിൻ്റാണോ നമ്മളെ അലട്ടുന്നത് ആ ഒരു പോയിൻ്റ് തന്നെ ആയിരിക്കും അവിടെ ഫോർ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. അത് പ്രോബ്ലം തന്നെ ആവണം എന്നില്ല, ചിലപ്പോൾ അതൊരു പ്ലഷറും ആകാം. പ്ലഷർ ആയാലും അതിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ അങ്ങ് കൺഫ്രണ്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം നമുക്ക് കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അവിടെ മെഡിറ്റേഷൻ ആയിരിക്കില്ല അവിടെ സംഭവിക്കുന്നത്. അവിടെ ഈ ഒരു ചക്രത്തിനകത്ത് നമ്മൾ കിടന്ന് കണ്ണടച്ച് നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു പ്രവൃത്തിയിലും നമ്മൾക്ക് വ്യാപൃതനാകാതിരിക്കുന്നത് കൊണ്ട് അവിടെ ചെറുതായിട്ട് റിലാക്സേഷൻ നമുക്ക് തോന്നും. പക്ഷേ ആർ വി എമർജിങ് ഔട്ട് ഓഫ് ആർ വി ഫൈൻഡിങ് ഔട്ട് അവർ ട്രൂ സെൽഫ് എന്നുള്ളത് അവിടെ ചോദ്യചിഹ്നമാണ്. കാരണം നമ്മൾ ഈ ഒരു ഇഷ്യൂസിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ നോക്കേണ്ട. എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ളൊരു മാർഗമല്ല സ്പിരിച്വൽ മാർഗം. ഒന്നും നമ്മളെ അലട്ടാതെ, അതായത് മനസ്സിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഒരു ക്ലാരിറ്റി വരുമ്പോൾ മാത്രം, മനസ്സിലൊരു പൂർണ്ണമായിട്ടുള്ള ഒരു തോട്ട്ലെസ് സ്റ്റേറ്റ് വരുമ്പോൾ മാത്രമാണ് അവിടെ ഒരു സമാധി അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമാധി അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്ത് വരുമ്പോൾ നമ്മൾ ഒരു സേജായിട്ടായിരിക്കും പുറത്ത് വരുന്നത്. അപ്പോൾ ഓരോ മെഡിറ്റേഷൻ കഴിയുമ്പോഴും നമ്മൾക്ക് ആ ഒരു സേജ് ആകുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഗോയിങ് ത്രൂ ഇമോഷൻസ് ഇൻ സ്പിരിച്വൽ ലൈഫ്. അതായത് ചിലപ്പോൾ നമ്മൾക്ക് എല്ലാം അനുഭവമുള്ളതായിരിക്കാം. നമ്മൾക്ക് ഒരു ഗുരുവുണ്ട്, ആ ഗുരുവിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പൂർണ്ണമായിട്ടും പാലിക്കുന്നുണ്ട്.
നമ്മൾ ഗുരുവിൻ്റെ ടീച്ചിങ്സ് കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, എത്ര ചാൻസ് ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഏത് രീതിയിലുള്ള സാധനയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. പക്ഷേ വർഷങ്ങളായിട്ട് നമ്മൾ യാതൊരു ചേഞ്ചും ഇല്ലാതെ ഒരുപോലെ വന്നിടത്ത് തന്നെ നമ്മൾ നിൽക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എത്രമാത്രം നമ്മൾ മെക്കാനിക്കലായിട്ട് ഈ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു എന്നെ സംബന്ധിച്ച് തന്നെ നോക്കുമ്പോൾ വർഷങ്ങളായിട്ട് അധികം വർഷമല്ല, എന്നാലും കുറച്ച് നാളായിട്ട് ഈ ടോക്സ് കേൾക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ഒരു മെക്കാനിക്കലായിട്ട് ഇന്നത് നമുക്ക് ചിലപ്പോൾ പല തോട്ട്സിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. പലപ്പോഴും പല തോട്ട്സിൽ നിന്നും നമ്മൾ ഡെയിലിയുള്ള നമ്മുടെ ആ റുട്ടീൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വൺ ആഫ്റ്റർ ദ അതർ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, ഇതിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നും നമ്മളിൽ അലട്ടാതിരിക്കും ടോക്സ് കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഈ ടോക്സ് മെക്കാനിക്കലായിട്ട് കേട്ട് പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ കിട്ടേണ്ടുന്ന ആ ഒരു റൈറ്റ് നോളജിൻ്റെ ഒരു 5% പോലും നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഗുരുജിയുമായിട്ട് പറയുകയും ചെയ്തു, അതായത് ഞാനിനി അങ്ങനെ ടോക്സ് ഒന്നും കേൾക്കുന്നില്ല. ഒരു അരമണിക്കൂർ കേട്ടാലും അത് നമ്മൾ റെക്കോർഡിക്കലായിട്ട് എഴുതി വെക്കുക, അത് നോട്ട് ചെയ്ത് വെക്കുക, അതൊന്ന് പഠിക്കുക. അല്ലാതെ ഈ 24 hours നമ്മൾ ജോലിയിൽ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ പറ്റുന്ന സമയങ്ങളൊന്നും അങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ഏതോ കർമ്മ പന്ഥാവിലാണ് നമ്മൾ നിൽക്കുന്നത്, അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു തോന്നൽ ഇപ്പോൾ വന്നിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, അതായത് രാമകൃഷ്ണാശ്രമത്തിൽ രാമകൃഷ്ണദേവൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു വൈഷ്ണവൈറ്റ്സ് കൂടുതലും ജപാദി കാര്യങ്ങളിലാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ജപം, ഇത്രയും ചാൻറ്റിങ്സ്. അപ്പോൾ അവിടെയും അദ്ദേഹം ഈ ഒരു നമ്മുടെ ഇലക്ട്രോണിക് ജപ കൗണ്ടറിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. കാരണം ആ ഒരു ഇലക്ട്രോണിക് ജപ കൗണ്ടർ വെക്കുമ്പോഴത് ഹിഡൻ ആയിരിക്കും, പലരും അത് നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോഴും ഓരോ സമയവും മനസ്സിൽ ചാൻറ്റ് ചെയ്യുമ്പോഴേക്കും ഓരോ സമയവും അതിൽ എത്ര കൗണ്ട്സ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ 20,000 30,000 അങ്ങനെ ഇത്രയും ചാൻസ് നമ്മൾ ചെയ്തോ എന്നുള്ളത് നമ്മൾ പോലും അറിയില്ല. പക്ഷേ ഒരിക്കൽ രാമകൃഷ്ണദേവനോട് ഒരു വൈഷ്ണവായിട്ട് വന്ന് പറഞ്ഞു, ഞാൻ ഇത്രയും ജപം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ രാമകൃഷ്ണദേവൻ ഇങ്ങനെ ഒരു പബ്ലിക് ശിഷ്യർ കൂടി നിന്ന സമയത്ത് ഓപ്പണായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ നിർത്തി തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ ഒരു സാധകൻ 20,000 30,000 തവണ ഒരു ദിവസം ജപിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഒരു ചേഞ്ചും വരുന്നില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം അതൊരു ജഡ്ജ്മെൻ്റലായിട്ടല്ല പറയുന്നത്. കാരണം രാമകൃഷ്ണ ദേവൻ എന്ന് പറയുമ്പോൾ അവർ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരാണല്ലോ. അപ്പോൾ അവർക്ക് ഈ ഒരു വൈഷ്ണവായിട്ട് സിൻസിയറായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ എത്തേണ്ടുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് അതൊരു മെക്കാനിക്കലായിട്ടുള്ളൊരു പ്രോസസ്സ് ആവുമ്പോൾ അവിടെ യഥാർത്ഥ ഒരു അനുഭൂതികളുടെ ലോകത്തിലോട്ട് അവിടെ പോകുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു ഹൃദയത്തിൻ്റെ ഭാഷ, ഹൃദയം പൂർണ്ണമായിട്ടും, അതായത് ചിലപ്പോൾ അതേസമയം തന്നെ വേറൊരു വ്യക്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹത്തിൽ ജപിക്കാനേ സാധിക്കുന്നില്ല എന്നുള്ളത്, ജപിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു പ്രാവശ്യം ജപിച്ച് രണ്ടാമത്തെ പ്രാവശ്യം അപ്പോൾ തന്നെ കണ്ണുകൾ അങ്ങ് അടഞ്ഞു പോവുകയും പൂർണ്ണമായിട്ടുള്ളൊരു സമാധി അവസ്ഥയിൽ ലയനത്തിൽ നിൽക്കുന്നത് കാരണം ജപിക്കാൻ സാധിക്കുന്നില്ല, പൂർണ്ണ സമാധിയിൽ പോകുന്നു. അപ്പോൾ ആ ഒരു ഒറ്റ ജപം കൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു ധ്യാന അവസ്ഥയിലോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതേസമയം മറ്റേ വ്യക്തി മെക്കാനിക്കലായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിയൽ സെൽഫിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ സൈലൻസ് മാത്രമാണ്, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത ഒരു ലയനം മാത്രമാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അറ്റൈനിങ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ത്രൂ ഡ്രഗ്സ് എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററായിട്ട് എനിക്ക് തോന്നിയില്ല ഇവിടെ. കാരണം പലരും യൂത്തിൻ്റെ ഇടയിൽ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് പല അയവാസ്ക അതുപോലെ ഒത്തിരി ഡ്രഗ്സിൻ്റെ പേരൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, അതിൽ കൂടി സ്പിരിച്വൽ എക്സ്പീരിയൻസസ് അറ്റൈൻ ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഒരു വ്യക്തി അതും ഒരു റോങ് ഡിസെപ്ഷനാണ്. അതായത്
യഥാർത്ഥത്തിൽ അറ്റൈൻ ചെയ്യുന്ന അത്രയും ഒരു ഈസി ഒരു ഈസി ടാസ്കേ അല്ല യഥാർത്ഥത്തിലൊരു ഈ പാത്തിലോട്ട് കടന്നു വരുന്ന ഒരാൾക്ക് സാധന ചെയ്യുമ്പോൾ തന്നെ അറിയാം നമുക്ക് എത്ര സമയം നമ്മൾക്ക് നിന്ന് നമ്മൾ അറിയാതെ ഒരു അവസ്ഥയിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഇതൊരു ഈസി പാത്തല്ല. അപ്പോൾ ഒരു ഡ്രഗ്സ് കൺസ്യൂം ചെയ്ത് ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസസ് മെഡിറ്റേഷൻ്റെ അതായത് സമാധി അവസ്ഥയുടെ ഒരു ഡീപ്പ് അവസ്ഥയിലോട്ട് പോകാൻ സാധിക്കും എന്ന് പറയുമ്പോൾ അതൊരു ഇല്യൂഷനാണ്. അതായത് ഒരു സ്പിരിച്വൽ ഒരു ആസ്പിറൻറ്റിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അയാളുടെ ക്യാരക്ടറിൽ കൂടി അയാളുടെ തോട്ട്സിൽ കൂടി അയാളുടെ ഒരു ബിഹേവിയറിൽ കൂടി റിഫ്ലക്റ്റ് ചെയ്ത് കാണേണ്ടുന്ന ഒരു കാര്യമാണ്. അതായത് അയാൾ എത്രമാത്രം ഇവോൾവ് ആയി എത്രമാത്രം ട്രാൻസ്ഫോർമേഷൻ ആ വ്യക്തിയിൽ സ്വയം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു സ്പിരിച്വൽ ആസ്പിറൻറ്റിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത്. അല്ലാതെ അപ്പോൾ അതൊരു സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ യഥാർത്ഥത്തിൽ വേണമെങ്കിൽ എത്ര നമുക്ക് ഇതുപോലുള്ളൊരു എക്സ്പീരിയൻസസ് ഉണ്ട്, പ്രിവെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറയുന്ന യൂത്തിൻ്റെ ഇടയിൽ ഈ ഒരു പല പോഡ്കാസ്റ്റിലും ഒക്കെ ഇതേപോലെ ഡ്രഗ്സിൻ്റെ കൺസംഷൻ, ആ ഡ്രഗ്സിൽ കൂടി തന്നെ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ലഭിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പല ഫേമസ് പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു തെറ്റിദ്ധാരണ യൂത്തിനും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഒരു വിഭാഗത്തിലുള്ളവരാണ് 15% ക്രേസി ആകും എന്ന് സ്വാമി വിവേകാനന്ദൻ, അതായത് മനോരോഗികളാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രഗ് കൺസംഷനിൽ കടന്നുകൂടിയവർക്ക് അതിനുള്ളൊരു ചാൻസ് കൂടുതലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5 പോയിന്റ്സ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ബിഗിനിങ്ങിൽ മുതൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് എൻഗേജിങ് ഇൻ ഗ്രീഡി ഓണസ്റ്റ് സെൽഫ് അസസ്മെൻറ്റ്സ്, അതുപോലെ ടെൻഡൻസി ടു മിസ്റ്റേക്ക് ബോഗ ഫോർ യോഗ. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ബൈപ്പാസിങ്, ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി സ്പിരിച്വാലിറ്റിയിൽ പോകുന്നത്. അതുപോലെ തന്നെ ഗോയിങ് ത്രൂ ഇമോഷൻസ് ഇൻ സ്പിരിച്വൽ ലൈഫ്, സ്പിരിച്വൽ ഇമോഷൻസിൽ കൂടി കടന്നു പോയിട്ട് അത് സ്പിരിച്വൽ ഗെയിനിങ്ങിനാണ് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ ഡ്രഗ്സിൻ്റെ കൺസംഷൻ, ഇങ്ങനെയുള്ളൊരു 5 പോയിന്റ്സാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈ ഒരു സെൽഫ് കൺസംഷൻസ്, ഈ ഒരു സെൽഫ് ഡിസെപ്ഷൻസിൽ നിന്ന് നമ്മൾക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം യോഗമാർഗ്ഗങ്ങൾ പറയുന്നുണ്ട്. അതായത് ജ്ഞാനമാർഗം, ഭക്തിമാർഗം, കർമ്മമാർഗം, അതുപോലെ തന്നെ രാജയോഗമാർഗം. രാജയോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സാധന മാർഗം, മെഡിറ്റേഷൻസ് അതുപോലുള്ള. അപ്പോൾ ജ്ഞാനമാർഗം എന്ന് പറയുമ്പോൾ അവിടെ ശ്രവണം, മനനം, നിധ്യാസനം. ശ്രവണം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു എൻറ്റൈറ്റിയാണ്, അൺലിമിറ്റഡ് ആണ്, നമ്മൾ പൂർണ്ണ സ്വരൂപമാണ് എന്നുള്ള ആ ഒരു അവയർനെസ്, അത് കേൾക്കുക, മനസ്സിലാക്കുക. മനനം, അത് തന്നെ നിത്യന്തം നമ്മൾ വിചാരിക്കുക. കാരണം നമ്മൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള എൻറ്റൈറ്റി ആണെന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി നിധ്യാസനം ചെയ്യുക. അതുപോലെ തന്നെ വിവേകവും വൈരാഗ്യവും. ആ പോയിന്റ്സ് എല്ലാം നമുക്ക് പലപ്പോഴും നമ്മുടെ ഗുരുജി ഇതെല്ലാം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ ഡിറ്റാച്ച് ourselves ഫ്രം 6 senses. അതുപോലെ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മുമുക്ഷുത്വ, അതായത് ലിബറേഷൻ ഫ്രം ദ വേൾഡ്. മുമുക്ഷുത്വ എന്നുള്ളത് നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അത് എത്രമാത്രം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അതൊരിക്കലും അത് നമ്മൾക്ക് ആ വൈരാഗ്യം വരിക എന്ന് പറയുമ്പോൾ എല്ലാം മതിയായി എന്നുള്ളൊരു ഫീലിംഗ് അല്ല, ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ള ആ ഒരു ബോധം ഉണ്ടായി മുമുക്ഷത്വത്തിലോട്ട് എത്തുക എന്നുള്ളതാണ്. ഭക്തിയിലും അതുപോലെ തന്നെ ഭക്തി മാർഗത്തിൽ കൂടി പ്രാർത്ഥനയും വിചാരം എന്ന് പറയുമ്പോൾ ഡിസ്റ്റിങ്വിഷിങ് ourselves ഫ്രം ഓൾ ദ തിങ്സ് അറൗണ്ട് ദ വേൾഡ്. അതായത് നമ്മൾ വിചാരം ചെയ്ത് നമ്മുടെ യഥാർത്ഥ സത്യത്തെ മനസ്സിലാക്കുക,
അതിൽ തന്നെ നമ്മൾ സത്ത് വിചാരങ്ങളും അസത് വിചാരങ്ങളുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ ചെയ്ത് നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി നമ്മൾ ഏത് പാത്തിലാണ് യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നത്, നമ്മൾ ഈ 80%-ലാണോ അല്ലെങ്കിൽ 15%-ലാണോ അല്ലെങ്കിൽ 5%-ലാണോ എന്നുള്ളത് അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമ്മളത് അറിയുന്ന അവസ്ഥയിലോട്ട് നമ്മൾ എത്തപ്പെടണം. അതിന് നമുക്ക് കണ്ടംപ്ലേറ്റ് ചെയ്ത് സ്വയം തന്നെ നമ്മൾ ആത്മവിചാരം ചെയ്ത് എന്താണ് നമ്മൾ ട്രൂ സെൽഫ്, നമ്മൾ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ എത്രമാത്രം പ്രേമം നമുക്ക് നമ്മളെ തന്നെ നമ്മളോട് തന്നെ ഉണ്ട്. അതായത് ആ ഒരു പ്രേമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ അറിയാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ അറിയാനായിട്ടുള്ള ആ ഒരു നമ്മുടെ ഈഗോ കോംപ്ലക്സിൽ നിന്നും പുറത്ത് കടന്ന് നമ്മളെ തന്നെ അറിയാനുള്ള ആ ഒരു ആഗ്രഹം എത്രമാത്രം നമ്മളിൽ തീവ്രമായിട്ട് നിൽക്കുന്നുണ്ട്, ട്രൂ ആയിട്ട് നമ്മളൊരു സ്പിരിച്വൽ ആസ്പിറൻ്റ് ആണോ എന്നുള്ളതും ഒക്കെ. അല്ലെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നോളജിൽ കൂടി തന്നെ നമുക്കൊരു ട്രൂ ആസ്പിറൻ്റായി മാറാൻ സാധിക്കും. അതുപോലെ തന്നെ അതെല്ലാം അത്തരം പ്രാർത്ഥനകളെല്ലാം പൂർണ്ണമായിട്ടും ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് പോകണമെന്നാണ് അദ്ദേഹം ആ ടോക്ക് സ്വാമി പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ വീക്ക്ലി സത്സംഗം ഇല്ലാത്തത് കൊണ്ടാണ് സെൽഫായിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കാമെന്ന് കരുതി കേട്ട കാര്യങ്ങൾ. ഇതിലൊത്തിരി തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. ഹരി ഓം. ഹരി ഓം. ഗായത്രി ടീച്ചർ പറഞ്ഞ ടോപ്പിക്ക് അത് മുഴുവൻ ഇങ്ങനെ കേട്ട് അതൊരു വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, കാരണം ഇത് നമ്മൾ സ്പിരിച്വലി നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഡിസിഷനാണല്ലോ. കാരണം ഇപ്പം നമ്മളൊരു വലിയൊരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പം, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ എത്ര ആലോചിക്കും. അത് നമ്മൾ അതിൻ്റെ ഇപ്പം കോടികളുടേതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റി വളരെ അവെയറാവും. എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തോന്നിയത് സ്പിരിച്വലി ഉള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അങ്ങനെ അവെയറായിട്ടൊന്നും അല്ല ഇപ്പം വരുന്നത്, സ്പിരിച്വലിലോട്ട് ഇറങ്ങുന്നതും എടുക്കുന്നതും. എന്നാൽ അത് അത്രമാത്രം പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പാടുവാണ്. അതാണ് അങ്ങനെ തന്നെയാണ്. അപ്പം അതിനെ ആ ഒരു തിരിച്ചറിവാണ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് തരുന്നത്. ഇതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വന്ന ഒരു ഇത് പറയാനായിട്ട്, അതാണ് നമ്മൾ പെട്ടെന്ന് ആലോചിച്ചത്. അത് ഇതിൻ്റെ ഓരോരുത്തർ നമ്മൾ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസ് പറയുന്നത്, അതിൽ ഒന്ന് ഭഗവാനെ എല്ലാവരും കള്ളകൃഷ്ണ എന്നാണ് വിളിക്കുന്നത്. അപ്പം കാരണം അത് നമുക്കത് മനസ്സിലായത് മൈൻഡ് അങ്ങനെയാണ്. മൈൻഡ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ക്രൂക്കഡാണ്. അപ്പം അത് മനസ്സിലായത് നമ്മളോട്ട് നോക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അപ്പം നമ്മളെ ഇതേ കൂട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് മനസ്സിലാകുന്നത്. അപ്പം മനസ്സിനെ ഇപ്പം ഇത് ഞാൻ നടന്നു വന്ന ഒരു വഴിയിലൂടെ എനിക്ക് മനസ്സിലായതാണ്. ഇത് ഞാൻ പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റും പല പ്രവൃത്തികളും ഞാൻ അസസ് ചെയ്യുമ്പോൾ ഗുരുജി പലപ്പോഴും മൗനം പാലിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ പോലും കൊള്ളൂല അതിനെ. കാരണം ഇതിനെ എന്താ പറയുന്നത്, ആ സ്റ്റേറ്റ്മെൻറ്റിനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ മനസ്സിലായി, നമ്മൾ തന്നെ അത് മനസ്സിലായത്. ഇപ്പം കള്ളം പറഞ്ഞാൽ നമുക്കതിൻ്റെ സത്യം പറഞ്ഞു കൊടുക്കാം. നമ്മൾ കള്ളം പറയുകയാണ്, അപ്പോൾ നമുക്ക് സത്യം ഇന്നതാണ് എന്ന് സത്യം ധരിപ്പിച്ചു കൊടുക്കും.
സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് നമുക്ക് കള്ളം എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ഇതാണെന്നും പറയാം. എന്നാൽ നമ്മളൊരു ഒരു ഒരു സബ്ജക്റ്റ് ഈ കള്ളവും സത്യവും ചേർന്ന് ഒരു കയറ് പിരിച്ച് ഇങ്ങനെ പല പല കയറുകൾ ഇങ്ങനെ പിരിച്ചുണ്ടാക്കുന്നു. അതിൻ്റെ 2 കയറിങ്ങനെ പിരിച്ചുണ്ടാക്കുന്ന ഒരു കയറാണെന്നുണ്ടെങ്കിൽ അതേ കൂട്ട് നാരുകൾ പിരിച്ചുണ്ടാക്കുന്നത് കൂട്ട് ചകിരി പിരിച്ച് കയറാക്കും. അതേ കൂട്ടൊക്കെ തന്നെ കള്ളവും സത്യവും കൂടെ പിരിച്ച് നമ്മളൊരു കയറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അല്ലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? സത്യം അത് അതിനെ നമ്മളതിൻ്റെ ഏത് വശം പറയുമ്പോഴും അതിന് ഫ്ലെക്സിബിളായിട്ട് നിൽക്കാൻ കഴിയും. അത് എനിക്ക് മനസ്സിലായത് എൻ്റെ പുറമോട്ട് ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് പലതും സംസാരിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. സത്യമാണോ എന്ന് വെച്ചാൽ സത്യമാണ്, കള്ളമാണോ എന്ന് വെച്ചാൽ കള്ളമാണ്. അതിനെ നമുക്കൊന്നും അതിനെ ഖണ്ഡിക്കാനൊക്കാത്ത രീതിയിലാണ് അത് മൈൻഡ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാന് കള്ളന്മാരിടയ്ക്ക് നിന്നതുകൊണ്ട് ഭഗവാൻ കള്ളനായിട്ട് തന്നെ നിന്ന്. കാരണം എന്താ അത് പറയാം, ഇപ്പം അതിന് എക്സാമ്പിൾ ഭാര്യ ഇങ്ങനെ ഭർത്താവിൻ്റെ ശമ്പളമൊക്കെ വരുന്നത് കണ്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഈ വട്ടം ചേട്ടന് ഇത്ര രൂപ ശമ്പളം വരും, അപ്പോൾ എനിക്കൊരു നല്ല ചെരുപ്പ് മേടിക്കണം. അപ്പം ഭർത്താവ് അതിനേക്കാളിലും വലിയ കള്ളനായതുകൊണ്ട് ഭർത്താവിനറിയാം ഈ മാസം എൻ്റെ സാലറി കൂടുതലാണ്. അതുകൊണ്ട് ഭർത്താവ് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ദിവസം ഓഫീസിൽ പോയിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, പറയും എൻ്റെ ബാങ്ക് അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്ത് അതിൽ നിന്ന് കുറേ പണം മോഷ്ടിച്ചു, ആരോ കിട്ടിയില്ല, പൈസ പോയി എന്ന് പറയും. അപ്പം ഭാര്യ എങ്ങനെ ചിന്തിക്കും എന്നത് മനസ്സിലാക്കിയിട്ട് ഒരു മുഴം നേരത്തെ എറിഞ്ഞു. അപ്പോൾ പൈസ പോയത് കൊണ്ട് ഭാര്യ എന്ത് ചെയ്യും, ഇപ്പം ഈ പൈസ പോയിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇനി ഞാൻ ചെരുപ്പൂടെ ചോദിച്ചാൽ എന്നെ ഓടിക്കും. അപ്പോൾ ആദ്യമേ ഒരു കള്ളത്തരം ഭാര്യ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനേക്കാളിലും ഉയർന്നൊരു കള്ളത്തരം പറഞ്ഞപ്പോൾ അത് റിയാലിറ്റി ആണെന്ന് ചിന്തിച്ച്. എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന് നമ്മൾ എവിടെയാണോ അതിൻ്റെ 2 ഇരട്ടി എന്ന് കളിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ലീലയാണ്. ഇവിടെ മോക്ഷം കിട്ടുക, സ്പിരിച്വൽ, അതൊന്നും പ്രകൃതിക്ക് ഒരു നിർബന്ധവുമില്ലല്ലോ. ഇവിടെ പ്രകൃതിക്ക് ഒരു നിർബന്ധവുമില്ല, അത് സംഭവിക്കുന്നതാണ്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ റിയലൈസ്ഡ് ആയിട്ടുള്ള നമുക്കറിയാൻ സാധിക്കും, അതൊരു ഗുരുക്കന്മാരും ഗുരുപരമ്പരയുമാണ്. അത് വളരെ ചെറുതും അതിനെ ഫോളോ ചെയ്യുന്നതും അതിൻ്റെ നിറവിലാണ് ഇവിടെ ഒരു സന്തുലിത അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ സന്തുലിത അവസ്ഥ അത് എന്തോ ആ ഡിവിനിറ്റിയുടെ പിന്നെ ഒരു ഇച്ഛയാണ് ആ സന്തുലിത അവസ്ഥ നിലനിർത്താനായിട്ട്. അതിൻ്റെ ഒരു ഇപ്പം ടീച്ചർമാർ 10 പേര് സ്കൂളിലുണ്ടെന്നുണ്ടെങ്കിൽ 1000 കുട്ടികൾ കാണുമായിരിക്കും, അല്ലെ 100 കുട്ടികൾ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമായിരിക്കും. എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നടത്തിപ്പിന് അങ്ങനെ വേണമായിരിക്കും. അപ്പം നമുക്ക് മനസ്സിലായത് പിന്നെ ഈ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളിൽ ഈ പറയുന്ന കൂട്ട് തന്നെ മാനസികമായ വിഭ്രാന്തി അത് നമ്മളിലുണ്ട്. അത് നമ്മളുടെ പല ചെയ്തികൾ കാരണം കൂടാം. അത് നമ്മൾ ആ വിഭ്രാന്തിയിൽ ഒന്ന് തന്നെയാണ് കള്ളവും സത്യവും പിരിച്ചു വെച്ച് നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള ഒരു വിഭ്രാന്തി തന്നെയാണ് അത്. നമ്മൾ എല്ലാവരും സദാ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. അപ്പം പിന്നെ ഈ സ്വാമിയുടെ എല്ലാ സ്വാമിയെടുക്കെ പോയപ്പോഴേ അങ്ങനെ ഓരോരോ കോട്ട്, അതായത് സ്വാമിയെടുക്കെ പോയപ്പോൾ ഒരാൾ ഇതേ കൂട്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു മൈൻഡ് സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്. പിന്നെ അതിനെ പൊളിക്കാനായിട്ട് ആരും അത്രയും ശ്രമിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്, അതിൻ്റെ പ്രകൃതിയുടെ നിയമവും അങ്ങനെ തന്നെയാണ്.
എന്നാൽ മാത്രമേ ഇതിൻ്റെ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെ പോകത്തുള്ളൂ എന്നുള്ളത് തോന്നുന്നു. പിന്നെ സ്വാമിയുടെ അടുക്കൽ ചെന്നപ്പോൾ സ്വാമി ഞാനിങ്ങനെ എല്ലാ സ്വാമിയുടെ അടുക്കൽ ചെന്നപ്പം വേറെ 2 പയ്യന്മാരും വന്നായിരുന്നു അവിടെ. അപ്പം കുറച്ച് നേരം നിന്ന് അവരിങ്ങനെ വണ്ടിയിൽ ഇറങ്ങി ഇങ്ങനെ അവിടെ ഇവിടെ കുറച്ച് നേരം നിന്ന് അവരുടെ കുറച്ച് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പം സ്വാമി അത് നിൽക്കുന്നൊരു പയ്യനോട് ചോദിച്ചു, വളരെ അത് സ്വാമിയുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തോ അടുത്തത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതേ കൂട്ടത്തിൽ ചോദിക്കുന്നത് എൻ്റെ ഗുരുവിൻ്റെ പേരെന്തോടാന്ന് ചോദിച്ചു. അപ്പം അവനൊന്നും മിണ്ടിയില്ല. അവന് ഇങ്ങനെ മിണ്ടാതെ നിന്നു. എന്നിട്ട് പിന്നൊന്നും ചോദിച്ചില്ല. പിന്നെ ഇങ്ങനെ അങ്ങോട്ടും നടന്നിട്ട് വന്നിട്ട് പറഞ്ഞ്, 1 മിനിറ്റ് നീ എൻ്റെ ഫ്രണ്ടിൽ കിടന്ന് തുഴയുമ്പം നീ എത്ര നാൾ തുഴയുമെന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിന്നെ ശകാരം ആയാലും സംസാരമെല്ലാം ഒരു വല്ലാത്ത കുറിക്കൊള്ളുന്ന രീതിയിലാണ്. അപ്പം 1 മിനിറ്റ് നീ എൻ്റെ മുന്നിൽ കിടന്ന് തുഴയുമ്പോൾ എനിക്കറിയാം നീ എത്ര നാൾ തുഴയുമെന്നുള്ളത്. അത് ചിരിയും വരും, നമുക്ക് ചിരി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിരിക്കാൻ ഒക്കത്തില്ല. അപ്പം നമ്മൾ ഈ അസസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ ഈ കള്ളവും സത്യവും ചേർന്ന് വെച്ച് ഉള്ള നമ്മളുടെ മൈൻഡിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. പിന്നെ നമ്മൾ ഓരോ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം ഇത് നമുക്ക് ഇതിനെ പൊളിക്കാനും എടുക്കാനും ഒക്കെ പാടാണ്. ഇതിനെ ഇവാലുവേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ടീച്ചർ പറഞ്ഞതെല്ലാം പോയിന്റുകൾ നമ്മൾ ഓർത്തിരുന്നിട്ട് നമ്മൾ അതിനോട് ഓരോ ദിവസവും മല്ലിടുക എന്ന് പറയുന്നത് എന്നും നമ്മൾ അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ മല്ലയുദ്ധം നടത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ നമ്മളുടേതായിട്ടുള്ള കർമ്മവുമായിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ സ്വാമി പറഞ്ഞത് 1 മിനിറ്റ് നീ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പം, അതായത് ഗുരുവിൻ്റെ മുന്നിൽ നമ്മൾ 1 മിനിറ്റ് നമ്മൾ നിന്ന് നമ്മുടെ ചെയ്തി എന്ത് എന്നുള്ളത് ഗുരു കാണുമ്പം എത്ര ജന്മം നീ ഈ ചെയ്തിയിൽ തുടരും എന്ന് ഗുരുവിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. 1 മിനിറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ പറയുകയും മാത്രമല്ല, അതങ്ങനെ തന്നെയാണല്ലോ. കാരണം നമ്മൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പല കാര്യങ്ങളെയും നമുക്ക് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെയാകും, അതല്ല എങ്ങനെയാകും. അതേ കൂട്ട് തന്നെ ഒരു ശിഷ്യന് അവൻ്റെ നടത്തം, അവൻ്റെ കണ്ണിൻ്റെ ചലനം, ശ്വാസഗതിയൊക്കെ പറയും. അതൊക്കെ നമുക്ക് അങ്ങനെ അറിയില്ല. പക്ഷേ അവനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ആ ഗ്ലാസ് വെക്കുന്നത്, ഇത് വരെ കണ്ടു കഴിയുമ്പോൾ ഒരു ഗുരുവിനറിയാം ഇവൻ ഇത് എത്ര നാൾ തുടരും എന്നുള്ളത്, ആ ഒരു ലെവല്. അപ്പം അത് ഒരു തരത്തിൽ ഈസിയാണ്, കാരണം ഗുരുവിനറിയാം. അതുകൊണ്ട് നമുക്കത് ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. നമ്മുടെ മുന്നിൽ ഒരു സാധ്യതയുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ. കൂടുതലും നമുക്കറിയാം സിദ്ധന്മാരല്ല അവധൂതന്മാർ അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ നിൽക്കില്ല. അങ്ങനെ നിൽക്കാൻ പാടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചോദ്യവും കാര്യം എല്ലാം വളരെ ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട് എന്നുള്ളതല്ല, യാഹത്തിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊളിക്കുന്ന രീതിയിലേ സംസാരിക്കത്തുള്ളൂ. പൊളിക്കുന്ന പറഞ്ഞാൽ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് നമ്മളിൽ മുമ്പേ പറഞ്ഞിട്ട് ഒരു മൈൻഡ് സ്ട്രക്ചർ നമ്മളെങ്ങനെയാണ് അത് അതിനനുസരിച്ച് എന്താണോ സാഹചര്യത്തിനനുസരിച്ച് അത് ബിൽഡ് ചെയ്യും. അതിന് എല്ലാത്തിനെയും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം പല രീതിയിൽ അതിന് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, നമുക്കും അറിയാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിനെ
പൊളിക്കുന്ന രീതിയിലായിരിക്കും അവർ സദാ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് 1 മിനിറ്റ് വന്നിറങ്ങി 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിൻ്റെ ഗുരുവിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് ചോദിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതൊരു വല്ലാത്ത രീതിയിലുള്ള ചോദ്യമാണ്. അത്ര സുഖമായ ഗുരുവിൻ്റെ പേരെന്താണെന്ന് സൗമ്യമായിട്ടല്ല ചോദിക്കുന്നത്. അപ്പം ഇപ്പം നമ്മളുടെയൊക്കെ ഓരോ വഴക്കുണ്ടാകുമ്പോൾ ഓരോരുത്തരും ചോദിക്കില്ലേ, ഓരോ രീതിയിൽ ചോദിക്കും എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ഇത് പിന്നെ ആ പയ്യനോട് അങ്ങനെ ചോദിച്ചു. നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. വന്നപ്പോൾ നമ്മൾ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ അല്ല പോകാൻ നേരത്തെ പറഞ്ഞ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു എന്തിനാണ് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു എന്തെങ്കിലും വന്ന് ഇവിടെ സഹായമൊക്കെ ചെയ്യാം, ഇടയ്ക്ക് എന്തെങ്കിലും വരാം എന്ന് പറഞ്ഞു, എന്തെങ്കിലും വന്ന് സേവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, പോയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം ചെന്നു സേവ് ചെയ്യാൻ ചെന്നയാ. അന്ന് നമ്മൾ അത് തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഒന്ന് പൊളിയും. അതായത് സേവ് ചെയ്യാൻ ചെന്നിട്ട് കേൾക്കാനുള്ള തെറിയ നീയൊന്നുമില്ല. ഞാൻ വിചാരിച്ച എന്നെ തൊഴിച്ച് താഴെയും കളയുമെന്ന്. കാരണം വെച്ചാൽ ആ സമയത്ത് നമുക്കൊരു അന്താളിപ്പ് വരും. അപ്പം സേവ ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് ചെയ്യാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചത്, ആദ്യമേ ഒരു 5-6 തെറി ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, നീ സേവ് ചെയ്യാൻ വന്നേ അല്ലടാ എന്ന് ചോദിച്ചു. അത് ചോദിക്കുന്ന വേറെ ഒരു അവിടുന്ന് നടന്ന് എൻ്റെ അടുക്കലോട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അത് നമുക്ക് സൗമ്യമായിട്ട് വന്ന് ചോദിക്കുമല്ല, അവിടുന്ന് ഓടി വന്ന് കാല് പൊക്കി കുനിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം മുഖത്തോട്ട് എടുത്ത് ചവിട്ടാനായിട്ട് വന്നിട്ട് വന്നേക്കുന്നവൻ സേവ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് കുറേ തെറി വിളിച്ച് കുറേ പ്രശ്നം ഉണ്ടാക്കി. അപ്പം ആ ഒരു കൺസ്ട്രക്ഷനെ പൊളിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയാണല്ലോ അവർ പൊളിക്കുന്നത്. ഇനിയും ഭഗവാൻ പലർക്കും പല ഗുരുക്കന്മാർക്കും പല ഭാവമാണ്. ചിലർ ഭഗവാന്റെ കൂട്ടാക്കാം, കള്ളകൃഷ്ണൻ എന്ന് പറഞ്ഞ്. അത് പക്ഷെ ഭയങ്കര മാരകമാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നിർബന്ധവുമില്ല, തൻ്റെ ലീലയാടി പോവുക എന്നുള്ളതല്ലാതെ. ലീല എന്ന് പറയുമ്പം അത് വിനോദമാണല്ലോ. അപ്പം അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഭഗവാനെ കാണുമ്പോഴൊരു സൗമ്യതയാണ്. പക്ഷെ മാരകമായിട്ടുള്ള പ്രഹാരം ഭഗവാന്റെ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പെൻഡുലം, ക്ലോക്കിൻ്റെ പെൻഡുലം ആടുക എന്ന് പറയുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വരാനുള്ള ആയമാണ്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് അങ്ങനെ പ്രഹരിക്കുന്നില്ല, അത് അങ്ങോട്ടങ്ങോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് വരുമ്പോഴും ഇങ്ങോട്ട് വന്നാലോ ഓപ്പോസിറ്റ് വന്ന്, അതായത് ഇപ്പോൾ ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം എന്ന് പറഞ്ഞാൽ സന്തോഷം ദുഃഖം, സന്തോഷം ദുഃഖം. അപ്പം സന്തോഷത്തിൻ്റെ ഒരായമുണ്ടല്ലോ, അതാണ് ദുഃഖത്തിൻ്റെ ആ എക്സ്ട്രീമിറ്റിയിലോട്ട് പോകുന്നത്, അങ്ങോട്ട് പോയ ആയം. അപ്പം ഭഗവാന് ആ സന്തോഷത്തിൻ്റെ ആ പോയിന്റിലോട്ട് തന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് ഇപ്പം ആകാശം മുട്ട ഇങ്ങനെ പോയെന്ന് വെച്ചു, അപ്പം അത് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരിക എന്ന് പറയുന്നത് ഇപ്പം അതിൻ്റെ അങ്ങേ എക്സ്ട്രീമിറ്റി പോകും. അപ്പം പുള്ളിക്കങ്ങനെ നിർബന്ധമോ പണിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ ദേഷ്യമില്ല. എന്നാൽ ഇതേ കൂട്ടുള്ള ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് അങ്ങനെ വരില്ല. കാരണം വെച്ചാൽ അദ്ദേഹം അങ്ങനെ, അതിനാണ് ലീലയെന്ന് പറയുന്നത്. എന്നാൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇതേ കൃഷ്ണന് ഭഗവാൻ ഇങ്ങനെ ഇരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ജാമ്പവാനായിട്ട് പ്രശ്നം ഉണ്ടായപ്പം മരങ്ങൾ പിഴുത് തല്ലുകയും ചെയ്തു. മരങ്ങൾ പിഴുത് തല്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഭഗവാന്റെ ഒരു നമ്മൾ പിന്നെ ഓരോരുത്തരിങ്ങനെ പറഞ്ഞ് ഓരോരോ പോയിന്റുകൾ ഇങ്ങനെ ഓർമ്മ വന്ന് ഗായത്രി ടീച്ചർ പറഞ്ഞു പോയപ്പോൾ അങ്ങനെ. അതുകൊണ്ട് നമ്മൾ വെച്ച് ഒരു ടോപ്പിക്ക് നമ്മളും അങ്ങനെ അങ്ങ് പറഞ്ഞതാണ്.